ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ ആവാറായല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ ആദ്യത്തെ ഓണമാണ്, അപ്പോൾ അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഞാനൊരു ഓണം സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓണസദ്യയിലെ ഓരോ വിഭവങ്ങളുടെയും റെസിപ്പീസായിട്ട് ഒരു ഓണം സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരുമിച്ച് ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ അവസാനം അപ്ലോഡ് ചെയ്യാം. നമുക്ക് ഓരോ ദിവസം ഓരോരോ റെസിപ്പീസായിട്ട് നോക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ പറയണം. നിങ്ങൾക്ക് നമ്മുടെ ഓണസദ്യയിൽ ഏത് വിഭവമാണ് ഏറ്റവും ഇഷ്ടമെന്ന് നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓണം സീരീസിലെ നമ്മുടെ ആദ്യത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മധുരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ശർക്കര വരട്ടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വേറെ ഒന്നിനല്ല, നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് ഏത്തക്കായ വേണമല്ലോ. അപ്പോൾ ഏത്തക്കായ നമുക്കതിൻ്റെ കറയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഏത്തക്കായ കട്ട് ചെയ്ത് നമുക്കിതിലേക്കൊന്ന് ഇടാം. അപ്പോൾ ഞാനിവിടെ 2 ഏത്തക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ കായ ആദ്യം തന്നെ അതിൻ്റെ തൊണ്ട് കളഞ്ഞ് നമ്മളെടുക്കണം. തൊണ്ട് കളഞ്ഞെടുത്തിട്ട് നമുക്കത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം 2ആയിട്ടൊന്ന് മുറിച്ചിട്ട് അതിനെ വീണ്ടും 2ആയിട്ട് മുറിച്ചു. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്തു. എന്നിട്ട് ഈ കട്ട് ചെയ്ത പീസുകളൊക്കെ നമ്മൾ ഈ മഞ്ഞളും ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടു. ഈ കായ്ക്ക് കുറച്ച് കറയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ മഞ്ഞളും ഉപ്പും ചേർത്തുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് കഴുകിയെടുക്കുമ്പോഴത്തേക്കും അതിലുള്ള ആ കറയൊക്കെ നന്നായിട്ട് നമുക്ക് പോയി കിട്ടും. നല്ല ക്ലീൻ ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ക്ലീനായി. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു പാൻ എടുത്ത് എണ്ണ ചൂടാക്കി നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ കായ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. ഇനി നമുക്ക് വേറൊരു സാധനം റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരി കഴുകിയിട്ട് നല്ലപോലെ ഇതുപോലെ വറുത്തെടുത്തു. എന്നിട്ട് അതിലേക്ക് ഈ വറുത്തെടുത്ത അരിയിലേക്ക് ഒരു കഷ്ണം ചുക്ക്, പിന്നെ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, പിന്നെ ഒരു അല്പം കുരുമുളക് പൊടി ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ശർക്കര വരട്ടിക്കുള്ള ശർക്കരപ്പാനി റെഡിയാക്കാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് ശർക്കര, 1 കപ്പ് ശർക്കരയും കുറച്ച് വെള്ളവും ചേർത്ത് ഒരു നൂൽ പരുവത്തിൽ ഇതിങ്ങനെ വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കായ ചേർത്തു. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇത്തിരി നേരം മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ തീ ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ പൊടിച്ചെടുത്ത ഈ പൊടി, ഇതിപ്പോൾ എന്തിനാണെന്ന് മനസ്സിലായില്ലേ, ഈ പൊടി. അപ്പോൾ ഇത് ചേർത്ത് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ഒന്നൊന്നിനോട് ഒട്ടാതെ നമുക്ക് സെപ്പറേറ്റഡ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ പൊടി കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് നമുക്കിത് ഓരോന്നും സെപ്പറേറ്റ് കിട്ടുന്ന ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പൊടിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓണം സീരീസിലെ നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്